നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വാഹനങ്ങൾ. അതിപ്പോൾ ട്രെയിനാകാം, ബസ്സാകാം, കാറും സ്കൂട്ടറും ഒക്കെ ആകാം. ഏറ്റവും അത്യാവശ്യമായ കാര്യമാണെങ്കിലും ഉയരുന്ന ഇന്ധനവില സാധാരണക്കാരന്റെ നെഞ്ചെടുപ്പ് ഉയർത്തും. ഇതിനൊരു പരിഹാരമാണ് കോങ്കോക്കാരുടെ ഈ ചെറുവാഹനം. തടി കൊണ്ട് നിർമ്മിച്ച ഈ വണ്ടി ഓടിക്കാൻ പെട്രോളും ഡീസലും ഒന്നും വേണ്ട, കുറച്ച് പരിശീലനം മാത്രം മതി. ചുക്കുടു എന്നാണ് തടിയിൽ നിർമ്മിച്ച ഈ സ്കൂട്ടറുകളുടെ പേര്. ഇനിയിപ്പോൾ പെട്രോൾ വില 200 ആയാലും 300 ആയാലും കോങ്കോക്കാർക്ക് പേടിയില്ല. ഹാൻഡിൽ, 2 ചക്രങ്ങൾ, കാലുകൊണ്ട് വാഹനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓപ്പറേറ്റർക്ക് കാൽമുട്ട് വെക്കാനുള്ള പാഡ് എന്നിവ ഉൾപ്പെടുന്നതാണ് ചുക്കുടു എന്ന ഈ രസികൻ വാഹനം. മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ മാത്രമല്ല, സാധനങ്ങൾ കൊണ്ടുപോകാനും ഈ വണ്ടി ഉപയോഗിക്കാം. മോട്ടോർ വാഹനങ്ങളുടെ വില കോങ്കോയിലെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ചുക്കുടു ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ 5 രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിലൊന്ന് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോ ആയിരിക്കും. കോങ്കോയിലെ ജനസംഖ്യയിലെ 62% ജീവിക്കുന്നത് പ്രതിദിനം $2 താഴെ മാത്രം വരുമാനവുമായാണ്. ഈ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലും കഴിവുകൊണ്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ജനതയാണ് കോങ്കോയിലേത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചുക്കുടു. 1970കളിൽ നോർത്ത് കിവുവിലാണ് ചുക്കുടു ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പോഴും നോർത്ത് കിവുവിന്റെ തലസ്ഥാനമായ ഗോമയാണ് ചുക്കുടു ഏറ്റവും പ്രചാരത്തിലുള്ള സ്ഥലം. മുംബ മരവും യുക്കാലിപ്റ്റസ് മരവും കൊണ്ടാണ് ഈ വണ്ടികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ചുക്കുടു നിർമ്മിക്കാൻ 3 ദിവസം വരെ മാത്രം മതിയാകും. എന്നാൽ ഇവ 3 വർഷം വരെ ഉപയോഗിക്കാനാകും. 6.5 അടി നീളമുള്ള ചുക്കുടുകളാണ് സാധാരണയായി കോങ്കോക്കാർ ഉപയോഗിക്കുന്നത്. ഈ വാഹനം ഓടിക്കാൻ പ്രത്യേക പരിശീലനം വേണം. മറ്റു വാഹനങ്ങളിലെ പോലെ ഇതിന് ബ്രേക്കും ആക്സിലേറ്ററും ഒന്നുമില്ല. ഓടിക്കുന്ന ആളുടെ കാല് തന്നെയാണ് ബ്രേക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടങ്ങളും ഏറെയാണ്. 2014 കണക്ക് പ്രകാരം $150 ഒരു ചുക്കുടുവിന് വില വരുന്നത്. ഇത് പലപ്പോഴും 6 മാസത്തിനുള്ളിൽ കൊടുത്തു തീർത്താൽ മതിയാകും. വലിയ ചുക്കുടുകൾക്ക് 800 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും. ഈ സാധ്യത ഉപയോഗിച്ച് പ്രതിദിനം $10 മുതൽ $20 വരെ ഇവർക്ക് നേടാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ കോങ്കോയിലെ ദാരിദ്ര്യത്തെ നേരിടുന്നതിൽ ചുക്കുടു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ധനവില ഉയരുന്നതിൽ പ്രതിഷേധിച്ച് നമ്മുടെ കേരളത്തിലും ചുക്കുടു നിർമ്മിച്ചിട്ടുണ്ട്. മലപ്പുറം ഊർങ്ങാട്ടിരിയിലെ ടിൻസ് എം തോമസിന്റേതായിരുന്നു ഈ വേറിട്ട പ്രതിഷേധം.